ചിന്തിക്കണേ. അൽഖമാ റളിയല്ലാഹു തആല അൻഹു മരണ സമയത്ത് കലിമ ചൊല്ലാൻ കഴിയാതെ വേദനിക്കുന്ന ഒരു രംഗമുണ്ടോ? മഹാനായ സഹാബിയാണ്, ഏറ്റവും സംശുദ്ധ ജീവിതത്തിന്റെ ഉടമയായിരുന്നു. മരണ സമയത്ത് കലിമ ചൊല്ലാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന അൽഖമയുടെ അവസ്ഥ അറിഞ്ഞിട്ട് സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽഖമ എന്ന് പറയുന്ന ആ മഹത്തായ ജീവിതത്തിന്റെ ഉടമക്ക് മരണത്തോട് മല്ലിടുമ്പോ കലിമ ചൊല്ലാൻ കഴിയുന്നില്ല പ്രവാചകരെ. അവസാനമായി കലിമ ചൊല്ലാൻ കഴിഞ്ഞില്ല എങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമല്ലേ പ്രവാചകരെ? എന്ത് ചെയ്യുമെന്നറിയാതെ സഹാബാക്കൾ കഷ്ടപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹാബ, അൽഖമയുടെ ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചപ്പോ അറിയാൻ സാധിച്ചത് ഉപ്പ നേരത്തെ മരണപ്പെട്ടു പോയിരുന്നു, ഉമ്മ ജീവിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുഹദ്റത്തിൽ വന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽഖമയുടെ ഉപ്പ മരണപ്പെട്ടു പോയി, കാലങ്ങളേറെയായി, ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉടനെ പ്രവാചകർ പറയുന്നു, എന്നാൽ ഉമ്മയോട് ചെന്ന് ചോദിക്കണം, പൊന്നുമോന്റെ അവസ്ഥ എന്തായിരുന്നു? സഹാബാക്കളിൽ നിന്ന് പ്രമുഖനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അൽഖമയുടെ മാതാവിന്റെ അരികിൽ ചെന്ന് ചോദിച്ചു, അൽഖമയുടെ ഉമ്മയല്ലേ, അൽഖമയുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഉമ്മ പറയുന്നു, മക്കളെ, അൽഖമ നല്ലവനായിരുന്നു, പക്ഷേ അവന്റെ ജീവിതത്തിലേക്ക് ഒരു പങ്കാളി കടന്നു വന്നപ്പോ, അവന്റെ ജീവിതത്തിലേക്ക് അവന്റെ സഹധർമ്മിണി കടന്നു വന്നപ്പോ അവളെ തൃപ്തിപ്പെടുത്തുന്നതിന്റെ മാർഗത്തിൽ എന്നോട് അവൻ വെറുപ്പ് കാണിച്ചിട്ടുണ്ടോ, എന്നെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടോ? അവന്റെ ഭാര്യക്ക് നല്ല വസ്ത്രം വാങ്ങി കൊടുക്കുമ്പോ എനിക്ക് അവൻ പരിഗണനയുടെ വഴി തുറന്നു തന്നിട്ടില്ല. അവളും അവനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്നെ ശ്രദ്ധിക്കാൻ മറന്നുപോയിട്ടുണ്ടോ? അതുകൊണ്ട് എന്റെ മനസ്സിനത് വല്ലാത്ത മുറിവായിട്ടുണ്ട്. ഘടകമായിട്ട് നല്ലവരിൽ നല്ലവരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. പ്രിയപ്പെട്ട ഉമ്മയെ വീടിന്റെ പുറത്തേക്ക് മാറ്റി നിർത്തുന്ന, ഉമ്മയെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി തള്ളുന്ന, ഉമ്മയെ ഷെയർ റൂമുകളിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന, ഉമ്മയെ കെയർ സെന്ററുകളിൽ കൊണ്ടുപോയി തള്ളുന്ന ആധുനിക മക്കൾ കാതു തുറന്നോളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എത്രയോ മക്കളുണ്ട് മാതാപിതാക്കളെ തള്ളി പറയുകയാണ്. രക്ഷപ്പെടൂല കേട്ടോ, രക്ഷപ്പെടാൻ സാധ്യമല്ല. അൽഖമാ റളിയല്ലാഹു അൻഹു കഷ്ടപ്പെടുകയാണ്, വേദനിക്കുകയാണ്. എത്ര വലിയ സൽക്കർമ്മം ചെയ്തിട്ടും ആഖിബത്ത് നന്മയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കലിമ ചൊല്ലാൻ കഴിയാതെ കഷ്ടപ്പെടുമ്പോ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞ ഈ വാക്ക് പ്രവാചകന്റെ അരികിൽ വന്ന് സാക്ഷി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ ഉമ്മയോട് മാപ്പ് കൊടുക്കാൻ പറയണം, ഉമ്മയോട് ക്ഷമിക്കാൻ പറയണം, പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറയണം. ഉമ്മയുടെ അരികിൽ ചെന്ന് കെഞ്ചി അപേക്ഷിച്ചു, ഉമ്മ, നിങ്ങളെ പൊന്നുമോൻ വളരെ വിഷമിക്കുകയാണ്, കലിമ ചൊല്ലാൻ കഴിയാതെ വേദനിക്കുകയാണ്, മാപ്പ് കൊടുക്കണമുമ്മ, പൊരുത്തപ്പെട്ട് കൊടുക്കണമുമ്മ എന്ന് പറയുമ്പോ ആ ഉമ്മ പറയുന്നു, മക്കളെ, എനിക്ക് സാധ്യമല്ല, എനിക്ക് കഴിയില്ല. എന്റെ മനസ്സിന് അത്രയും ആഴത്തിൽ മുറിപ്പെടുത്തിയിട്ടുണ്ടവൻ, അവൻ എന്റെ മനസ്സിന് അത്രയും ആഴത്തിൽ മുറിപ്പെടുത്തിയിട്ടുണ്ട്, എനിക്ക് വേദന മറക്കാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എങ്കിൽ പിന്നെ അൽഖമ നരകത്തിന്റെ വറകാണ്, നരകത്തിൽ കത്തി അമരേണ്ടവനാണ്. അതുകൊണ്ട് അൽഖമയെ കരിച്ചു കളയുകയാണ് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ. അതിനുള്ള വറക് ഉമ്മയിൽ നിന്ന് ശേഖരിക്കാൻ സഹാബാക്കളോട് പറഞ്ഞപ്പോ ഉമ്മയുടെ അരികിൽ ചെന്ന് പറയുന്നു, ഉമ്മ, നിങ്ങൾ മാപ്പ് കൊടുക്കാത്തത് കൊണ്ട് അൽഖമക്ക് രക്ഷയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദുനിയാവിൽ വെച്ച് കത്തിച്ച് കളയാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. വറക് നിങ്ങളിൽ നിന്ന് ശേഖരിക്കാനാണ് പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. ഇതങ്ങ് പറഞ്ഞപ്പോ ആ മാതൃസ്നേഹം വിതുമ്പുകയാണ്, കണ്ണിൽ നിന്ന് കണ്ണുനീരെടുക്കുകയാണ്. എത്ര വലിയ വേദന ആഴത്തിൽ മുറപ്പെടുത്തിയിട്ടും ആ ഉമ്മയുടെ മകനെ കരിച്ചു കളയുക എന്ന വാക്ക് കേട്ടപ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, മക്കളെ, അവൻ എന്നെ എത്ര വേദനിപ്പിച്ചാലും അവന്റെ ശരീരത്തിൽ ഒരു വേദന വരുന്നത് താങ്ങാൻ എനിക്ക് കഴിയില്ല. മക്കളെ, ഞാൻ എന്റെ പൊന്നുമോനെ മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോ അൽഖമ പുഞ്ചിരിയോടുകൂടി കലിമ ചൊല്ലുകയാണ്. ഇവിടെ രണ്ട് സന്ദേശങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉമ്മയുടെ മനസ്സ് വേദനിച്ചാൽ സ്വർഗം കാണൂല പ്രിയപ്പെട്ടവരെ. ഉമ്മയുടെ മനസ്സ് വേദനിച്ചാൽ കലിമ ചൊല്ലാൻ കഴിയൂല പ്രിയപ്പെട്ടവരെ. മറ്റൊന്ന് ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഉമ്മയെ എത്ര വേദനിപ്പിച്ചപ്പോഴും മകനൊരു വേദന വരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോ ഉമ്മയുടെ മനസ്സ് വേദനിക്കുകയാണ്. അല്ലാഹ്, ഉമ്മ
ഉമ്മയുടെ പരിപൂർണ്ണ തൃപ്തി നേടിയിട്ട് അവിടുത്തെ കാൽ കീഴിലുള്ള സ്വർഗം നേടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ബാധ്യത മറന്നുപോകുന്ന മനുഷ്യ